ഹായ് ഗൈസ്, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മൾ ഒരുപാട് കേട്ടു, ഒരുപാട് ചാനലുകൾ, ഒരുപാട് യൂട്യൂബേഴ്സ് ഇതേപ്പറ്റി സംസാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ ആ ബസ്സിൽ നടന്ന സംഭവത്തിൽ എല്ലാവരും അവരുടെ റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഈവൻ എല്ലാ യൂട്യൂബേഴ്സും. ബട്ട് നമ്മൾ ഈ രാഹുൽ ഈശ്വറുണ്ടല്ലോ, രാഹുൽ ഈശ്വർ പണ്ട് മുതലേ പറഞ്ഞു വരുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ. പക്ഷെ അന്നൊന്നും രാഹുൽ ഈശ്വറിനെ ആരും സപ്പോർട്ട് ചെയ്യുന്ന കണ്ടിട്ടില്ല. എപ്പോഴും രാഹുൽ ഈശ്വർ ഒറ്റക്കാണ്. രാഹുൽ ഈശ്വറിന് എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും രാഹുൽ ഈശ്വറിനെ വിട്ടിട്ട് ട്രോള്, മറ്റുള്ള സംഭവങ്ങൾ തെറി പറയുക, ഇങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത്. പക്ഷെ അതിൻ്റെ ആരും ഒരു നല്ല വശം ആരും കണ്ടിട്ടില്ല. ഇപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴാണ് ഈ രാഹുൽ ഈശ്വർ എന്താണ്, രാഹുൽ ഈശ്വർ പറഞ്ഞത് എന്തായിരുന്നു, അത് രാഹുൽ ഈശ്വർ പറഞ്ഞെടുത്ത് എത്തിയിരിക്കുകയാണ്. അപ്പം ഞാൻ പറയുന്നത്, നമ്മൾ എപ്പോഴും ഒരാളിങ്ങനെ തഴഞ്ഞുകൊണ്ടിരിക്കാൻ പാടില്ല. നമ്മൾ ചില കാര്യങ്ങൾ, അത് കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ആരാവട്ടെ, നമ്മൾ ചില കാര്യങ്ങൾ അതിൻ്റേതായ മുഖവിലൊക്കെ എടുക്കണം. എല്ലാ കാര്യങ്ങളും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചില കാര്യങ്ങൾ തള്ളിക്കളയേ. അത് രാഹുൽ ഈശ്വർ പറയുന്ന എല്ലാ കാര്യങ്ങളും നല്ലതാണ്, എല്ലാ കാര്യങ്ങളും എല്ലാ ചെയ്യുന്ന കാര്യങ്ങളും നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, അതിനെ സപ്പോർട്ട് ചെയ്യില്ല. പക്ഷെ ചില കാര്യങ്ങളുണ്ട്. ഇപ്പം ഈ രാഹുൽ ഈശ്വർ പറഞ്ഞിരിക്കുകയാണ്, ഈ മെൻസ് കമ്മീഷൻ്റെ കാര്യങ്ങൾ, അത് കമ്പൽസറിയാണ്. നമ്മുടെ നാട്ടിലിത് വേണം. എസ്പെഷ്യലി നമ്മളെ ഈ സോഷ്യൽ മീഡിയ ഒരുപാട് വളർന്നിരിക്കുന്നതുകൊണ്ട് ആർക്കും എന്തും ചെയ്യാൻ പറ്റും, എങ്ങനെ വേണമെങ്കിലും കൊടുക്കാൻ പറ്റും. അപ്പോൾ അതൊന്നുമല്ല ഇവിടെ വിഷയം. ഞാൻ കേരളത്തിലല്ല, ഞാൻ കർണാടകത്തിലാണ്. ബട്ട് ഞാൻ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോഴും എപ്പോഴും രാഹുൽ ഈശ്വറിൻ്റെ കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്. പക്ഷേ രാഹുൽ ഈശ്വർ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും ഇന്നുവരെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇതിപ്പം നേരെ മറിച്ച് ഇന്നലെ ഇയാൾ ആത്മഹത്യ ചെയ്തിട്ടില്ലായിരുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങളെല്ലാവരും കൂടി, ഈ യൂട്യൂബേഴ്സ്, ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എല്ലാവരും കൂടി എടുത്തിട്ട് അയാൾ അലക്കുമായിരുന്നു. അയാൾക്കെതിരെ തെരുവിളി, അയാൾ അങ്ങനെയാണ്, അയാൾ ഇങ്ങനെയാണെന്നൊക്കെ വളരെ മോശമായിട്ട് പറയുമായിരുന്നു. ഇപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്തുകൊണ്ട് മാത്രമാണ് നിങ്ങളെല്ലാവരും ഇപ്പം അയാൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളൂ. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ചിന്തിക്കുക, നിങ്ങൾ 2 മിനിറ്റ് ഒന്ന് ചിന്തിക്കുക. അപ്പോഴേ ഇതൊക്കെ ഒരു മയത്തിൽ വരുള്ളൂ.